ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിതാ ഇന്ന് കപ്പ ബിരിയാണി കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണ്ടേ. കുറേ വയന്ന് കിട്ടുന്നും വേണ്ട കേട്ടോ. നമുക്ക് സവാളൻ്റെ ആ കളറൊന്ന് ചേഞ്ച് ആയി കിട്ടിയാൽ മതിയെ. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 10 അല്ലി ചെറിയ ഉള്ളിയും പിന്നെ 2-3 പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ ചതച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണേ. ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക കേട്ടോ. ആ പൊടികൾ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. പൊടികൾ ഇങ്ങനെ ഇട്ടിട്ട് വഴറ്റിയിട്ട് എടുക്കുമ്പം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ അവിടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ അത്യാവശ്യം എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫ് എടുക്കുമ്പം എപ്പോഴും എല്ലോട് കൂടിയിട്ടുള്ള ബീഫിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് കപ്പ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അത്യാവശ്യം എല്ലും അത്യാവശ്യം നെയ്യൊക്കെ ഉള്ള അങ്ങനത്തെ ബീഫ് ഉണ്ടാവില്ല, എല്ലും നെയ്യൊക്കെ ഉള്ള അങ്ങനത്തെ ബീഫ് വേണം കേട്ടോ കപ്പ ബിരിയാണിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് കേട്ടോ കപ്പ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് നമ്മളെ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് ഇന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ മസാലയിൽ ഇതുപോലെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫ് വേവണ നേരം കൊണ്ട് കപ്പ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അവിടെ കപ്പ തൊലിയെ കളഞ്ഞിട്ട് എടുക്കുകയാണ്. അപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി കപ്പ എടുക്കുമ്പം നല്ല വേവണ സൈസ് എന്താ നെയ്ക്കപ്പ എന്ന് പറയുന്ന കപ്പല്ല, അങ്ങനത്തെ നല്ല വേവണ സൈസ് കപ്പ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കപ്പ നന്നായിട്ട് ക്ലീനാക്കി കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിൽ ഇട്ടിട്ടാണ് കപ്പ പുഴുങ്ങിയിട്ട് എടുക്കണത്. അപ്പോൾ ഇതാ ഞാൻ കുക്കറിലേക്ക് കപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കപ്പ മുഴുവനായിട്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെ ബീഫ് ഒരു 8 വിസിലടിച്ചതിന് ശേഷം ഞാൻ ഒന്ന് ഓഫാക്കി വെച്ചിട്ടുള്ളത്. അതിന് പ്രഷറൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫ് ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇതാ നമ്മളെ ബീഫൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ല, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ വെന്തിട്ടുണ്ട്, ഉടഞ്ഞു പോകരുത് കേട്ടോ. അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ബിരിയാണിക്കൊക്കെ ബീഫ് വേവിക്കുമ്പം കുറേ വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ലേ. ഇതായി ഒരു രീതിക്കാണ് കേട്ടോ വെന്ത് കിട്ടേണ്ടത്. നമുക്കിതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കപ്പ നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ടുണ്ട് ഇതാണ്. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ. നമ്മളെ ബീഫിൽ കപ്പ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ കപ്പ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ അതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചിരവിയിട്ട് ഒന്ന് വറുത്തിട്ട് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യല്ലേ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ ഇതുപോലെയാണ് ചെയ്യൽ. ഞാൻ ഇതിലേക്ക് തേങ്ങ ഒന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഗരം മസാലയും വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഇതാ 1 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്യാം.
അപ്പോൾ ഞാനിത് അതൊരു പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കപ്പ ബിരിയാണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ എല്ലാവരും കപ്പയും ബീഫൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടിട്ടോ. എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.